ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ തിയേറ്ററുകളിൽ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കൽക്കി എന്ന ചിത്രം ഇന്നലെ ഞാൻ പോയി കണ്ടിരുന്നു. സിനിമയുടെ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയോടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞാൻ കണ്ടത് സിനിമയുടെ 3-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനോടകം നിങ്ങൾ അറിഞ്ഞ സിനിമയുടെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ സംബന്ധിച്ച് ആദ്യം നോക്കി വരാം. ആദ്യമേ സിനിമയിൽ ഏറ്റവും പോസിറ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കഥാപാത്രം അത് അമിതാഭ് ബച്ചൻ്റെ ഒരു കഥാപാത്രമായിരുന്നു. വളരെ മികച്ചൊരു കഥാപാത്രമായിരുന്നു. എന്നാൽ അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ചിലോട്ട് എത്തപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒട്ടും തൃപ്തിപ്പെടുത്താത്ത ഒരു റോളായിട്ട് തോന്നിയത് കമൽ ഹാസൻ്റെതായിരുന്നു. അതുപോലെ തന്നെ ദുൽഖറിൻ്റെ റോളും ഒരു ചലനവും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ ദുൽഖറിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റോള് കിട്ടിയിട്ടുണ്ടായിരുന്നത് വിജയ് ദേവർകൊണ്ടയ്ക്കാണ്. അതുപോലെ തന്നെ പ്രഭാസിൻ്റെ സീൻസും കുഴപ്പമില്ലായിരുന്നു. അമിതാഭ് ബച്ചൻ കഴിഞ്ഞാൽ ഈ ഒരു പടം റോക്ക് ചെയ്തത്, അല്ലെങ്കിൽ പടത്തിൽ കൂടുതൽ സ്കോർ ചെയ്തിരുന്നത് പ്രഭാസ് തന്നെയാണ്. എന്തായാലും സിനിമയെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പടമായിരുന്നു. VFX ആയിരുന്നു ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അതായത് വളരെ മികച്ചൊരു VFXും അതുപോലെ തന്നെ സിനിമയുടെ എഡിറ്റിംഗ് എല്ലാം വളരെയധികം മികച്ചു നൽകുന്നു. എന്തായാലും സ്റ്റോറിയും ഡീസൻറ്റ് തന്നെയായിരുന്നു. പടം എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, ഒരു എബോ ആവറേജ് ഡീസൻറ്റ് പടം ആയിട്ടാണ് കൽക്കി 2898 AD എന്ന ചിത്രം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിനോടകം നിങ്ങൾ ചിത്രം കണ്ടു എന്നുണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.